മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൽപാദന മേഖലയിലെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ കൃഷിക്കൂട്ടങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ചെറുകിട കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ട്രില്ലറുകൾ, തെങ്ങുകയറ്റ യന്ത്രം, കാടുവെട്ട് യന്ത്രം തുടങ്ങിയവയാണ് വിതരണം ചെയ്തത്. മാവൂർ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്റർ പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു. ഈ പദ്ധതിയുടെ കഴിഞ്ഞ 24-25 വാർഷിക പദ്ധതിയുടെ അവസാനിച്ചതിന് ശേഷം നമ്മൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പരിപാടിയാണ്. ഈ പരിപാടി നമുക്ക് ഏറ്റവും ആത്മസംതൃപ്തി നൽകുന്ന ഒരു പരിപാടിയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ മാവൂർ പഞ്ചായത്തിലെ ഏറ്റവും നന്നായി പ്രവർത്തിച്ച 3 കാർഷിക കൂട്ടായ്മകളെ തിരഞ്ഞെടുത്തുകൊണ്ട്, നേരത്തെ നമുക്കറിയാം പുഷ്പകൃഷിയായാലും കുറുന്തോട്ടി കൃഷിയായാലും ഒക്കെ ചെയ്ത് വളരെ നല്ല രീതിയിൽ പേരും പെരുമയും ഉണ്ടാക്കിയ മാവൂരിൻ്റെ ഈ മേഖലയിൽ പേരും പെരുമയുണ്ടാക്കിയ അയൽക്കൂട്ടങ്ങളെയൊക്കെയാണ് നമ്മളിവിടേക്ക് വിളിച്ചു വരുത്തിയതും. ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ഇത് ലഭ്യമാകുന്ന സ്വീകരിക്കുന്ന സംഘത്തിലെ 5 ആളുകൾക്ക് വേണ്ടി മാത്രമല്ല ഇത് മാവൂരിലെ കർഷകർക്ക് മൊത്തം അവകാശപ്പെട്ട ഒരു ഫണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കൂടി അവകാശപ്പെട്ട രീതിയിൽ നിങ്ങൾക്കൊരു തൊഴിലായിട്ടും നിങ്ങൾക്കൊരു വരുമാന മാർഗമായിട്ടും ഇതിനെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് നമുക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. കാർഷിക മേഖലയിൽ മാവൂർ പഞ്ചായത്ത് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ സ്മാർട്ട് കൃഷി ഓഫീസ്, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ സ്മാർട്ട് കൃഷി ഓഫീസ്, കോഴിക്കോട് ജില്ലയിൽ സ്മാർട്ട് കൃഷി ഓഫീസായിട്ട് സമ്പൂർണ്ണമായിട്ട് ആദ്യമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് നമ്മുടെ മാവൂർ കൃഷി ഓഫീസായിരിക്കും. കഴിഞ്ഞ തവണത്തെ നല്ല സംഘകൃഷിക്കുള്ള അവാർഡ് കിട്ടുകയും കൂടെ ചെയ്ത ഒരു കൃഷിക്കൂട്ടാണ് മലയോരം കൃഷിക്കൂട്ടം. അവർക്ക് തന്നെ ഈ ഒരു യന്ത്രങ്ങളും കൂടെ കിട്ടുന്ന സമയത്ത് അവർക്ക് കൃഷി കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കും തന്നെയാണ് ഉള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ഉപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ ശൈലേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AP മോഹൻദാസ്, പുലപ്പാടി ഉമ്മർ മാസ്റ്റർ, പ്രസന്നകുമാരി ടീച്ചർ, സെക്രട്ടറി TM വിനോദ് കുമാർ, ICDS സൂപ്പർവൈസർ ബിനി P വർഗീസ്, അശോകൻ എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് പദ്ധതി വിശദീകരിച്ചു. സാധാരണ ജനകീയ ആസൂത്രണ പദ്ധതിയൊക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ എന്തൊക്കെയാണ് ഒരു ഗ്യാപ്പ് എന്ന് മനസ്സിലാക്കി അതിനെ നികത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ കൃഷിക്കൂട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ലാൻഡ് ഏരിയ ആണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അവിടെ കൃഷി ചെയ്യുമ്പോൾ വലിയ ട്രാക്ടറുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഉപകരണങ്ങൾ അവരുടെ കയ്യിലില്ലാതിരിക്കുന്ന സമയത്ത് കൃഷി ചെയ്യാൻ നേരിടുന്ന പ്രശ്നങ്ങൾ അവർ എപ്പോഴും മുന്നോട്ട് പറയാറുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നികത്താം എന്നാലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് 90% സബ്സിഡി നൽകിക്കൊണ്ട് ഉപകരണങ്ങൾ അവർക്ക് നൽകിയാൽ നന്നായിരിക്കും എന്നുള്ളൊരു ആശയം മുന്നോട്ട് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കൃഷിക്കൂട്ടങ്ങളെ ഒരു സേവന മേഖലയിലുള്ള കൃഷിക്കൂട്ടങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മളെ കൃഷി ഭവൻ്റെ കീഴിൽ നമുക്കൊരു കർമ്മസേന ഇല്ല. അപ്പോൾ അങ്ങനെ സേവന മേഖലയിലുള്ള കൃഷിക്കൂട്ടങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്കൊരു കാർഷിക കർമ്മസേന അല്ലെങ്കിൽ ഒരു കൃഷിശ്രീ സെൻറ്റർ മോഡലിലുള്ള ഒരു രീതിയിൽ നമുക്ക് അവരുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരാവശ്യം നമ്മളെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ സ്പന്ദനം എന്നുള്ളൊരു കൃഷിക്കൂട്ടം ഇപ്പോൾ നമ്മുടെ മാവൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ തന്നെ നിന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള കൃഷിക്കൂട്ടങ്ങളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ഇതേപോലുള്ള ചെറുകിട കാർഷിക യന്ത്രങ്ങൾ നൽകിക്കൊണ്ട് ട്രെയിനിങ്ങും നൽകിക്കൊണ്ട് അവരെ ഒരു കൃഷിശ്രീ സെൻറ്റർ എന്ന രീതിയിൽ പ്രാപ്തരാക്കി അടുത്തുള്ള കർഷകരെ എല്ലാവിധ രീതിയിലും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ ആരംഭിക്കുന്നത്. നമ്മളെ പഞ്ചായത്തിൽ വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന 3 സംഘങ്ങളെയാണ് ഇതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. വനിതാ സംഘങ്ങളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. SC മേഖലയിൽ 4,44,000 രൂപയും ജനറൽ 44,000 രൂപയും ഉൾപ്പെടെയുള്ളതാണ് നമ്മളുടെ പദ്ധതിയുടെ അടങ്കൽ. T രഞ്ജിത്ത് സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് അംഗം K ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഖഡോഡി ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്.